ആത്മീയ ജീവിതത്തിൽ പുരാതന കാലം മുതലേ അതീവ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് മുടി, മനുഷ്യൻ്റെ മുടി. ഇതിനെക്കുറിച്ച് ഇന്നത്തെ കാലത്ത് എത്രമാത്രം അറിവുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് ഈ അറിവ് കിട്ടിയത് വർഷങ്ങളായിട്ട് ഞാൻ അന്വേഷിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ സന്യാസിമാരൊക്കെ മുടിയൊക്കെ നീട്ടി വളർത്തുന്നത്, താടിയും മുടിയൊക്കെ നീട്ടി വളർത്തുന്നത്? അതിൻ്റെ പിന്നിലെ കാര്യം എന്താണ്? തന്നെയുമല്ല, ഈ 2000 വർഷത്തിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ചെറുപ്പക്കാരും എല്ലാ മനുഷ്യരും മുടിയിലാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു മേക്കപ്പ്, അല്ലെങ്കിൽ മനോഹാരിത വർദ്ധിപ്പിക്കാനായിട്ട് മുടിയിലാണ് എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കുട്ടികളൊക്കെ ആണെങ്കിൽ, കുട്ടികളും യുവാക്കന്മാരൊക്കെ വൈവിധ്യമാർന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈലുകൾ മുടിയിൽ പരീക്ഷിക്കുന്നു, കളറ് ചെയ്യുന്നു. അങ്ങനെ പലവിധ കാര്യങ്ങൾ തലമുടിയിൽ ഇങ്ങനെ അവർ പരീക്ഷിക്കുന്നു. ഇതൊക്കെ വെറും ഒരു ഫാഷനാണ് എന്നാണ് എല്ലാവരുടെയൊക്കെ ധാരണ. പക്ഷേ എൻ്റെ ഇത്തരത്തിലുള്ള ചിന്തകളിൽ ഈശോ പല കാര്യങ്ങളും എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതായത്, ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ സന്യാസിമാർ അവരുടെ താടിയും മുടിയും നീട്ടി വളർത്തിയിരുന്നു. അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കും തോറും അവരുടെ താടിയും മുടിയും സ്വമേധയാ വളർന്നു വന്നു. അവരത് വലിയ കാര്യമായിട്ട്, ഗൗരവമുള്ള വിഷയമായിട്ട് കണ്ട് അത് പരിപാലിക്കാൻ നിന്നില്ല. അതേപോലെ തന്നെ പഴയ നിയമത്തിൽ, നിയമാവർത്തന പുസ്തകത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട നാസിർ വ്രതക്കാർ താടിയും മുടിയും നീട്ടി വളർത്തണമെന്നും അതിൽ ക്ഷൗരക്കത്തി സ്പർശിക്കരുതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ മുടിയും ആത്മീയതയുമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വളരെ വ്യക്തമായിട്ട് എളുപ്പം പറയാവുന്ന ഒരു സംഭവം ബൈബിളിൽ തന്നെ കിടപ്പുണ്ട്. സാംസൻ്റെ ശക്തി ദൈവം അവന് കൊടുത്തിരുന്നത് അവൻ്റെ മുടിയിലാണ്. അപ്പോൾ നമുക്കറിയാം, സാംസൻ്റെ മുടി വെട്ടിയപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് അവനിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു. ഇതുതന്നെയാണ് ഈ മുടിയും ആത്മീയതയുമായിട്ടുള്ള ബന്ധം. അതായത് എക്സ്ട്രീമിസത്തിലേക്ക് വളരുന്ന, അതായത് സ്പിരിച്വാലിറ്റി ആയിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ, എക്സ്ട്രീമിലേക്ക് പോകുന്ന, അത്യുന്നതയിലേക്ക് വളരുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അവർ പൊതുവെ മുടി നീട്ടി വളർത്തുന്നത് കാണാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഭാസം നമുക്ക് പൊതുവെ എല്ലായിടത്തും കാണാം. അപ്പോൾ സന്യാസിമാരാണെങ്കിൽ, നല്ല സ്പിരിച്വലി ഡീപ്പായിട്ടുള്ള ആളുകളാണെങ്കിൽ താടിയും മുടിയും നീട്ടി വളർത്തി, നമ്മുടെ ഭാഷയിൽ, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പ്രാന്തനെ പോലെ എന്നൊക്കെ പറയാം, അങ്ങനെ നടക്കുന്ന കാണാം. ഇതേപോലെ തന്നെ അത് ദൈവികമായിട്ടുള്ള ആത്മീയതയുടെ പുറകെ പോകുന്നവർ അങ്ങനെയായിത്തീരുന്നു. അതേസമയം തിന്മയ്ക്ക് അടിമപ്പെട്ട, ഏറ്റവും കഠിനമായ, ഏറ്റവും ദുഷ്കരമായ തിന്മകൾക്ക് അടിമപ്പെട്ട മനുഷ്യരും ഇങ്ങനെ അവരറിയാതെ താടിയും മുടിയും നീണ്ടുവരുന്നത് നമുക്ക് കാണാം. അല്ലെങ്കിൽ അവരും അങ്ങനെ നടക്കുന്ന കാണാം. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത്, ഒരു മനുഷ്യനിൽ ആത്മാവ് ആവസിക്കുന്നെങ്കിൽ ആ മനുഷ്യനിൽ അവൻ്റെ മുടിയും താടിയൊക്കെ തീർച്ചയായും വളരും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ കുട്ടികൾ മുടിയിലും, അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൊക്കെ മുടിയിൽ ഓരോ ഫാഷനായിട്ടുള്ള പല സ്റ്റൈലുകൾ പരീക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ തിന്മയുടെ അരൂപികൾ അവരിൽ ആവസിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ ഇന്നത്തെ കാലത്തുള്ള പ്രത്യേകതരം മുടി ഹെയർ സ്റ്റൈലുകൾ എന്ന് പറയുന്നത്, അത് മുടി വെട്ടൽ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എൻ്റെ ഭാഷയിൽ അത് മുടി വെട്ടലല്ല, തിന്മയുടെ ശക്തികൾക്ക് ആവസിക്കാവുന്ന രീതിയിൽ അത് ഒരു പ്രത്യേക രീതിയിൽ ആ മുടിയെ പരിപാലിക്കലാണ്. കാരണം അത് പറയാൻ കാരണം
ഈ മുടി കുറച്ച് ഭാഗം മാത്രമേ വെട്ടുന്നുള്ളൂ.